നമ്മൾ കാണുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ 4th ചാപ്റ്റർ കൺസൈൻമെന്റ് അക്കൗണ്ട്സ് തന്നെയാണ്. അതിനകത്ത് ഇൻവോയ്സ് പ്രൈസിൽ എങ്ങനെയാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് കോസ്റ്റ് പ്രൈസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഇൻവോയ്സ് പ്രൈസിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻവോയ്സ് പ്രൈസിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ലോഡാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ ഐറ്റത്തിലാണ് ലോഡ് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുക എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിനുള്ള ജേർണൽ എൻട്രീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോഡ് ഉണ്ടാവുന്ന ഐറ്റംസ് ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിലുണ്ട് എങ്കിൽ അതിൻ്റെ എമൗണ്ടിൽ ലോഡ് ഉണ്ടാവും ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ. ദെൻ അടുത്തത് ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ്. ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റിൽ ലോഡ് ഉണ്ടാവും. പിന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലോഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ലോഡ് ഉണ്ടാവും. ഈ 4 ഐറ്റത്തിലാണ് ലോഡ് ഉണ്ടാവുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ്, ഗുഡ്സ് റിട്ടേൺഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിൻ്റെ ലോഡ് ഒഴിവാക്കുന്നതിനുള്ള എൻട്രീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡ് ഒഴിവാക്കുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ലോഡ് വരിക. ഓപ്പണിംഗ് സ്റ്റോക്ക് വരെ ഡെബിറ്റ് സൈഡിലാണ്, അതിൻ്റെ ലോഡ് വരിക ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ്, നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ് വരിക. അതിൻ്റെ ലോഡ് വരിക കൺസൈൻമെന്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഗുഡ്സ് റിട്ടേൺ വരിക കൺസൈൻമെന്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അതിൻ്റെ ലോഡ് വരിക ഡെബിറ്റ് സൈഡിലാണ്, കൺസൈൻമെന്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കൺസൈൻമെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതിൻ്റെ ലോഡ് ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതിൻ്റെ ലോഡ് ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇതാണ് ഇൻവോയ്സ് പ്രൈസിലുള്ള കൺസൈൻമെന്റ് അക്കൗണ്ട് ലോഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇത് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ ഇതിൻ്റെ ലോഡ് ഉണ്ട്. ആ ലോഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ എമൗണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കും. ഇപ്പം പറഞ്ഞ ജേർണൽ എൻട്രി പ്രകാരം നമ്മളത് എഴുതുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് ഇവിടെ സ്റ്റോക്ക് റിസർവ് ലോഡ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എഴുതും. ഇപ്പോൾ 10,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്കിൽ അതിൻ്റെ 25% ആണ് ലോഡ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2,500 ഇവിടെ 10,000 എഴുതും, ഇവിടെ 2,500 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് റിസർവ് ലോഡ് ഇവിടെ കാണിക്കും. അടുത്ത ഐറ്റം ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ് ആണ്. അത് ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇതിന്റെ ലോഡ് ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ ഇവിടെ ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെന്റ് ലോഡ് ഇൻ ഗുഡ്സ് എൻഡ് അത് ഇവിടെ എഴുതും. ഇനി ബാക്കി കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എഴുതുന്ന സാധാരണ എഴുതുന്നതാണ് ക്യാഷ്, കൺസൈനറുടെ എക്സ്പെൻസ്, കൺസൈനിയുടെ എക്സ്പെൻസ്, ടു കൺസൈനി കൊടുക്കുന്ന കമ്മീഷൻ. ഇനി അടുത്ത ഐറ്റംസ് വരുന്നത് ഇവിടെയാണ്. സെയിൽസ് വരും. ടു ബൈ കൺസൈനി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെയിൽസ് എഴുതും. പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, ഇത് റിട്ടേൺ ആണ്. ഈ ഗുഡ്സ് സെൻഡ് ചെയ്തത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതുന്നത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് റിട്ടേൺ. ഈ റിട്ടേൺ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ ഗുഡ്സിൽ ലോഡ് ഉണ്ടാവും. ആ ലോഡിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എഴുതുക. ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ലോഡ് ഓൺ റിട്ടേൺസ് ആണിത്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്തു, അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതും. ആ റിട്ടേണിലെ ലോഡ് ഇവിടെ എഴുതും, ഓപ്പോസിറ്റ് സൈഡിൽ ലോഡ് എഴുതും. ദെൻ അടുത്ത കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ലോഡ് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അതിൻ്റെ ലോഡ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ടു സ്റ്റോക്ക് റിസർവ് ലോഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഇവിടെയാണ് കൂടുതൽ, ഇവിടെ കുറവാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. അതേസമയം ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഇവിടെ ലോസ് വരും. അപ്പോൾ ഇതാണ് ഇൻവോയ്സ് പ്രൈസിലെ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. On 1st October 2020, David and Company of Chennai consigned to John and Company of Cochin goods costing rupees 40,000 at a pro forma invoice price of 25% above cost. On the same date, David and Company paid expense of rupees 6,000. On 10th October, John and Company took delivery and paid rupees 1,200 as landing charges. John and Company are entitled to a commission 6% plus 4% as del credit commission on sales.
John and Company spent rupees 1500 towards godown charges and rupees 900 for miscellaneous expenses. They sold 90% of goods for rupees 66,000, half of which were credit sales. Rupees 2,500 could not be realized from a customer and subsequently became a bad debt. Prepare necessary ledger accounts in the books of David and Company, assuming that the consignee settled the account by means of bank draft. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒക്ടോബർ 2020 ഒക്ടോബർ 1 ഡേവിഡ് ആൻഡ് കമ്പനി ഓഫ് ചെന്നൈ ഗുഡ്സ് ജോൺ ആൻഡ് കമ്പനിക്ക് സെൻഡ് ചെയ്തു. 40,000 ഗുഡ്സ് ആണ്. ഇൻവോയ്സ് പ്രൈസ് ഓഫ് 25% എബവ് കോസ്റ്റ് ആണ്. 40,000 കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ മേലെ പെർഫോമ ഇൻവോയ്സ് പ്രൈസ് എന്നാൽ 25% എബവ് കോസ്റ്റ് ആണ്. 40,000 25% കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് വരും. ദെൻ പെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡേവിഡ് ആൻഡ് കമ്പനി, അതായത് കൺസൈനറുടെ എക്സ്പെൻസ് ആണ് 6,000 rupees. പിന്നെ ഓൺ 10th October ജോൺ ആൻഡ് കമ്പനി took delivery and paid rupees 1,200 as landing charges. ഇനി ജോൺ ആൻഡ് കമ്പനിയുടെ എക്സ്പെൻസുകളാണ് പറയുന്നത്. 1,200 ലാൻഡിങ് ചാർജസ് ഉണ്ട്. പിന്നെ കമ്മീഷൻ 6% പ്ലസ് 4% ആണ് ഡെൽക്രഡ കമ്മീഷൻ. ദെൻ ജോൺ ആൻഡ് കമ്പനിക്ക് വേറെ വന്നിട്ടുള്ള എക്സ്പെൻസ് 1,500 ഗോഡൌൺ ചാർജസ്, 900 മിസ്സലേനിയസ് എക്സ്പെൻസ്. അതിനകത്ത് അവർ ഗുഡ്സിൻ്റെ 90% ഓഫ് ഗുഡ്സ് സെല്ല് ചെയ്തത് 66,000 rupeesനാണ്. അതിൻ്റെ ഹാഫ് ക്രെഡിറ്റ് സെയിൽസും ഹാഫ് ക്യാഷ് സെയിൽസും ആണ്. 2,500 കുഡ് നോട്ട് ബി റിയലൈസ്ഡ്. അതാണ് അവർക്ക് ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. ആ ബാഡ് ഡെപ്റ്റ് ആര് ബിയർ ചെയ്തു എന്ന് ഇതിന് മനസ്സിലാക്കണ്ടേ? കൺസൈനി ബിയർ ചെയ്തു എന്ന് മനസ്സിലാക്കണം. കാരണം അത് കൺസൈനി ആ ബാഡ് ഡെപ്റ്റ് ബിയർ ചെയ്യുന്നതിനാണ് ഇവിടെ 4% അവർക്ക് ഡെൽക്രഡ് കമ്മീഷൻ കൂടി കൊടുക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. assuming that the consignee settled the account by means of bank draft. ചെക്ക് കൊടുത്ത് എമൗണ്ട് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ചെയ്യണം. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ആണുള്ളത്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് 40,000 കോസ്റ്റ് ആണ്. അതിൻ്റെ 25% കൂടെ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കൂടെ ആഡ് ചെയ്യണം. അതിനാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്ലസ് 25% ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് വരുള്ളൂ. 40,000 ഇൻറ്റു 25% എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു 10,000 ആണ്. അപ്പോൾ 40,000 പ്ലസ് 10,000 കോസ്റ്റിൻ്റെ മേലെ കോസ്റ്റ് പെർസെൻറ്റേജ് തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 40,000 കൂടെ 10,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 ആയിട്ട് കിട്ടും. 40,000 പ്ലസ് 10,000 50,000. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു കൺസൈനറിൻ്റെ എക്സ്പെൻസ് ടു ക്യാഷ് 6,000 ആണ് ഡേവിഡ് ആൻഡ് കമ്പനിയുടെ എക്സ്പെൻസ്. ദെൻ ജോൺ ആൻഡ് കമ്പനി കൺസൈനിയുടെ എക്സ്പെൻസ് ആണിത്. കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 1,200 ഉണ്ട്, പിന്നെ 1,500 ഉണ്ട്, പിന്നെ 900 ഉണ്ട്. 1,200 പ്ലസ് 1,500 പ്ലസ് 900, അപ്പോൾ 3,600 ആണ് കൺസൈനയുടെ എക്സ്പെൻസ്. ഇനി അടുത്തത് സെയിൽസ് ആണ്. അതിൻ്റെ 66,000 90% 66,000 rupeesനാണ് വിറ്റതെന്ന് പറഞ്ഞു. അപ്പോൾ ബൈ കൺസൈനി സെയിൽസ് 66,000 വന്നു. ഇനി നമുക്ക് നമ്മൾ എഴുതിയതിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് 50,000 എഴുതുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ലോഡുണ്ട്. ആ ലോഡ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലോഡ് എത്ര പെർസെൻറ്റേജാണ്? പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 40,000 25% എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഇനി അതല്ല, ഇത് ഇൻവോയ്സ് പ്രൈസിലേക്ക് വന്നു. 40,000 പ്ലസ് 10 50 അപ്പോൾ നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ വന്നു. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20% ആണ് കാണേണ്ടത്. അപ്പോൾ 10,000 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഗുഡ്സ് ആൻഡ് കോസ്റ്റ് 40,000 ആയിരുന്നു,
25% ആഡ് ചെയ്ത് 50,000. ആ 25% നമ്മൾ ഇവിടെ കാണിക്കണം ലോഡായിട്ട് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. ലോഡ് ഇൻ ഗുഡ്സ് ആൻഡ് 10,000. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ വന്നേനെ. പിന്നെ ഗുഡ്സ് റിട്ടേൺ ഇവിടെ പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഗുഡ്സ് റിട്ടേൺ ഇവിടെ എഴുതും, എന്നിട്ട് അതിന്റെ ലോഡ് ഇവിടെ എഴുതും. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് കൺസൈനിയുടെ കമ്മീഷൻ ആണ് നമുക്ക് കാണേണ്ടത്. കൺസൈനിയുടെ എക്സ്പെൻസ് എഴുതി കൺസൈനിയുടെ കമ്മീഷൻ. കൺസൈനിയുടെ കമ്മീഷൻ പറഞ്ഞത് 6% പ്ലസ് 4% ഡെൽക്രഡ കമ്മീഷൻ എന്നാണ്. അപ്പോൾ 6 + 4 10% കമ്മീഷൻ അവർക്ക് കിട്ടും. ബാഡ് അപ്റ്റ് ബിയർ ചെയ്യുന്നതിനാണ് 4%, പക്ഷെ ഒന്നിച്ചാണ് നമ്മളത് കാണുക. ഇവിടെ സെയിൽസ് 66,000 ആണ്. 66,000 10% എന്ന് പറയുമ്പോൾ 6,600 എന്ന് വരും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 10% ഓഫ് ഗുഡ്സ് എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്കാണ്. അവിടെ ഗുഡ്സ് ഞാൻ വാല്യൂ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. വാല്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വാല്യൂ ചെയ്യാനായിട്ട് ആദ്യം 10% ആണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഗുഡ്സിന്റെ മൊത്തം കോസ്റ്റ് 50,000 ആണ്. 50,000 ആണ് ഗുഡ്സിന്റെ കോസ്റ്റ്. 50,000 പ്ലസ് കൺസൈനറിന്റെ എക്സ്പെൻസ്. കൺസൈനറിന്റെ എക്സ്പെൻസ് നമുക്കറിയാം 6,000 ആണ്. 6,000 ആഡ് ചെയ്യാം. നോൺ റിക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. ഇനി കൺസൈനയുടെ നോൺ റിക്കറിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് കൺസൈനയുടെ നോൺ റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലാൻഡിംഗ് ചാർജസ് പെയ്ഡ് ആൻഡ് 1,200 as ലാൻഡിംഗ് ചാർജസ്, അത് മാത്രമാണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസ് ഉള്ളൂ. ഗോഡൌൺ റെന്റോ മിസ്ലേനിയസ് എക്സ്പെൻസ് റിക്കറിംഗ് ആണ്, അത് ആഡ് ചെയ്യില്ല. അപ്പോൾ അത് ആഡ് ചെയ്യുക. 1,200 ആഡ് ചെയ്യാം. അപ്പം എന്തൊക്കെ വന്നു? ഗുഡ്സിന്റെ കോസ്റ്റ് 50,000 പ്ലസ് കൺസൈനറുടെ എക്സ്പെൻസ് 6,000 പ്ലസ് കൺസൈനിയുടെ നോൺ റിക്കറിംഗ് എക്സ്പെൻസ് 1,200. ഇത്ര ആഡ് ചെയ്യാം. ഈ എമൗണ്ടിന്റെ കൂടെ അപ്പൊ നമുക്ക് 57,200 എന്ന് കിട്ടും. 57,200 ഇൻറ്റു 10/100. കാരണം ഇവർ സെൻഡ് ചെയ്ത ഗുഡ്സ് എത്രയാ? എത്ര ഗുഡ്സ് ആണോ സെൻഡ് ചെയ്തത് അതിന്റെ 90% ആണ് സെയിൽ ചെയ്തത്. 10% സെയിൽ നടന്നിട്ടില്ല. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ 57,200 10% ആണ് അൺസോൾഡ് ഗുഡ്സ്. അത് കാണാം. അപ്പൊ 5,720 കിട്ടും. ഇതാണ് അൺസോൾഡ് ഗുഡ്സ്. 50,000 പ്ലസ് 6,000 പിന്നെ ഇതിനകത്ത് 1,200 വരുള്ളൂ. അതാണ് നോൺ റിക്കറിംഗ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 57,200 എന്ന് വരും. ആ 57,200 10%, കാരണം 90% ആണ് സെയിൽ നടത്തിയത്. ബാക്കി 10% കാണുമ്പോൾ 5,720 എന്ന് വരും. ഇതിൽ എന്തുണ്ട്? ലോഡ് ഉണ്ട്. ആ ലോഡ് നമ്മൾ എവിടെ എഴുതണം? ഓപ്പോസിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് 5,000 25/125. എന്താ ഇവിടെ 25/125 എന്നിട്ട് ആ ഇക്വേഷൻ ആണ്. അതായത് ഇൻവോയ്സ് പ്രൈസ് മേലെ കാണുന്ന സമയത്ത് 25/125 എന്ന് കാണണം. കാരണം 25 എന്തിന്റെ പെർസെൻറ്റേജാ? കോസ്റ്റ് പെർസെൻറ്റേജ് ആണ് 25. നമ്മളിവിടെ 5,000 എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവിന്റെ ഈ ലോഡാണ് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടു 5,720 എന്ന് കണ്ടു. ഈ 5,720 മുഴുവൻ എമൗണ്ടിന്റെ മേലെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ലോഡ് കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? ഈ 720 എന്നുള്ളത് കൺസൈനറുടെയും കൺസൈനയുടെയും എക്സ്പെൻസിന്റെ ഭാഗമാണ്. അതിന്റെ മേലെ ലോഡില്ല. എന്തിന്റെ മേലെ മാത്രമേ ലോഡുള്ളൂ? ഇതിന്റെ സ്റ്റോക്കിന്റെ കോസ്റ്റിന്റെ മേലെ, ആ ഒരു ഇതിൽ മാത്രമേ ലോഡുള്ളൂ. അതായത് ഈ 50,000 10% മേലെ മാത്രമേ ലോഡ് ഉണ്ടാവുള്ളൂ. മറ്റേത് രണ്ടും എക്സ്പെൻസ് ആണ്. അതായത് 6,000 പ്ലസ് 1,200 എന്ന് ആഡ് ചെയ്തത് എക്സ്പെൻസ് ആണ്. അതിന്റെ മേലെ ലോഡ് ഉണ്ടാവില്ല. 5,000 മേലെയാണ് ലോഡ് ഉണ്ടാവുക. അപ്പൊ സ്റ്റോക്ക് റിസർവ് കാണുമ്പോൾ ഗുഡ്സ് സെൻഡിന്റെ വാല്യൂ എത്രയാണോ അത് 5,000. അതിന്റെ അൺസോൾഡ് ഗുഡ്സിന്റെ വാല്യൂ 5,000 ഇൻറ്റു
25 കോസ്റ്റിന്റെ പെർസെൻറ്റേജ് ആണ്, നമുക്കിവിടെ ഇൻവോയ്സിന്റെ പെർസെൻറ്റേജാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 25 ഡിവൈഡ് ബൈ 100 പ്ലസ് 25 എന്നുള്ള ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 25 ഡിവൈഡ് ബൈ 125 എന്ന് വരും, ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ അതും ഓർത്തിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് കാണുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിന്റെ മുഴുവൻ എമൗണ്ടിന്റെ മേലെ ലോഡ് കാണില്ല. ഗുഡ്സിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ മേലെ മാത്രം. സ്റ്റോക്കിന്റെ വാല്യൂ കാണുമ്പോൾ അതിനകത്ത് കൺസൈനറുടെയും നോൺ റെക്കറിംഗ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യും. പക്ഷെ ലോഡിന് ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ 5000 ഇൻറ്റു 25 ബൈ 125, കാരണം 25 കോസ്റ്റ് ആണ്, നമുക്കിവിടെ ഇൻവോയ്സിന്റെ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 25 ബൈ 125 1000 വരും. ലോഡ് പ്രോഫിറ്റ് ആണ്, അപ്പോൾ 14,520 എന്ന് കിട്ടും. ഇനി ഇതേ ജേർണൽ എൻട്രീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഗുഡ്സ് എൻഡും അതേപോലെ തന്നെ കൺസൈനറുടെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഗുഡ്സ് എൻഡ് കൺസൈൻമെന്റിൽ നമുക്കറിയാം ഗുഡ്സ് എൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതാം? ബൈ കൺസൈൻമെന്റ് 50,000. ദെൻ ഗുഡ്സ് എൻഡ് ആണ്, അതിന്റെ ലോഡ് കാണിച്ചിട്ടുണ്ട് 10,000. അപ്പോൾ ഇവിടെ നമ്മൾ ടു കൺസൈൻമെന്റ് 10,000 കാണിക്കും. ബാക്കി 40,000 വരും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊടുക്കും. അടുത്തത് ജോൺ ആൻഡ് കമ്പനി കൺസൈൻമെന്റ് അക്കൗണ്ട്, അതായത് കൺസൈനിയുടെ അക്കൗണ്ട് ആണ്. ഇവിടെ സെയിൽസ് വരും ടു കൺസൈൻമെന്റ്. ഇവിടെ കൺസൈൻമെന്റിന്റെ ഓരോ എക്സ്പെൻസ്, കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് വരും, കൺസൈനിക്ക് കൊടുത്ത കമ്മീഷൻ വരും. ബാക്കി എമൗണ്ട് 55,800. ഇതാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ബാങ്ക് ഡ്രാഫ്റ്റ് ഉപയോഗിച്ചെന്നാണ് കൊടുക്കുക, അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം ആ എമൗണ്ട്. ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് നോർമൽ ലോസും അബ്നോർമൽ ലോസിനെ കുറിച്ചുമാണ്. അപ്പം നമ്മുടെ ഇതിനകത്ത് ഗുഡ്സ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലോസ് എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നോർമൽ ലോസും, അതല്ല എന്തെങ്കിലും തീപിടുത്തം കൊണ്ട് കത്തിപ്പോവോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്ന അബ്നോർമൽ ലോസും. അങ്ങനെ രണ്ട് രീതിയിൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യില്ല. അതിൻ്റെ വാല്യൂ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റിൽ കുറവ് വരും, പക്ഷെ വാല്യൂ എവിടെ വരും? ക്ലോസിംഗ് സ്റ്റോക്കിൽ വരും. സെപ്പറേറ്റ് ആയിട്ട് അതിന് വാല്യൂ കാണുന്നില്ല. അതാണ് അതിനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വാല്യൂ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പം ഇക്വേഷൻ എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെൻഡ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്. യൂണിറ്റ് ലെസ് ചെയ്യും, എന്നിട്ട് ഇൻറ്റു സ്റ്റോക്ക് യൂണിറ്റ്. സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് അൺസോൾഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക്. അങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. മുഴുവൻ ഗുഡ്സിന്റെ കോസ്റ്റും അതിൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെൻഡിൽ നിന്ന് നോർമൽ ലോസിന്റെ യൂണിറ്റ് ലെസ് ചെയ്യും, എന്നിട്ട് ഇൻറ്റു സ്റ്റോക്ക് യൂണിറ്റ് ആണ് ചെയ്യും. അടുത്തത് അബ്നോർമൽ ലോസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാല്യൂ ചെയ്യും. അത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെൻഡ്. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അബ്നോർമൽ ലോസിന് യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്യാം, അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ ഇക്വേഷൻ അനുസരിച്ചും ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഈ രീതി ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് Mr. A consigned 100 packets of medicine, each costing ₹500 to his agent Mr. B. He paid 1,000 towards freight and insurance. 10 packets were destroyed in transit. The consignee took delivery of the remaining packets and spent ₹500 as godown rent, ₹2,000 as clearing charges and ₹500 as selling expense. The consignee sold 80 packets at the rate of ₹600 each. Calculate the cost of damage and cost of goods in hand at the end. അപ്പോൾ ഇവിടെ 100 പാക്കറ്റ്സ് ഓഫ് മെഡിസിൻ ആണ്, അതിനകത്ത് 500 ആണ് കോസ്റ്റ്. അപ്പോൾ എ ആണ് കൊടുത്തിരിക്കുന്നത് ബിക്ക്. അതിനകത്ത് എ എന്താ ₹1,000 ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസിന് പേ ചെയ്തു. 100 പാക്കറ്റ്സ് 10 പാക്കറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊണ്ടുപോയപ്പോൾ ട്രാൻസിറ്റിൽ നഷ്ടപ്പെട്ടു.
Consignee took delivery of remaining packets and spent rupees 500 as godown rent ആണ്. അപ്പോൾ ബാക്കി 10 പാക്കറ്റ്സ് നഷ്ടപ്പെട്ടു, ബാക്കി 90 പാക്കറ്റ്സ് അവർ കൺസൈനി എടുത്തു. എന്നിട്ടത് 500 രൂപ ഗോഡൗൺ റെൻറ്റും 2000 ക്ലിയറിംഗ് ചാർജസും 500 സെല്ലിംഗ് എക്സ്പെൻസും മീറ്റ് ചെയ്തു. എന്നിട്ട് അയാളുടെ 80 പാക്കറ്റ്സ് ആണ് വിറ്റത്. അപ്പം നമുക്കിതിനകത്ത് കോസ്റ്റ് ഓഫ് ഡാമേജ്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ്, ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് നഷ്ടപ്പെട്ടത് എത്രയാണ് അതിൻ്റെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. വാല്യുവേഷൻ ഗുഡ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ്, അത് അബ്നോർമൽ ലോസ് ആണ്. 10 യൂണിറ്റ്സ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100 × 500. 100 × 500 ആണ്. 100 പാക്കറ്റ്സ് ആണ് കൊടുത്തത്, അതിന് 500 റുപ്പീസ് ആണ്. 100 × 500 5000 പ്ലസ് അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 100 × 500 50,000. സോ ഇവിടെ 500 എഴുതിക്കണം. 50,000 പ്ലസ് 1000, അപ്പോൾ നമുക്ക് 51,000 എന്ന് വരും. ഇതിവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. 5,000 അല്ല, 50,000 പ്ലസ് 1000, അപ്പോൾ 51,000. അതായത് 100 × 500 ആണ്. 50,000 എന്ന് വരും. 50,000 പ്ലസ് 1000 51,000 എന്ന് വരും. ഇനി അതിൻ്റെ 10% ആണ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ലോസ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റു 10/100 5,100 ആണ് അതിനകത്ത് വരെ. 51,000ൻ്റെ 10% 5,100. അപ്പോൾ ഇവിടെ വാല്യൂഷൻ ഓഫ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് 100 × 500 50,000 പ്ലസ് കൺസൈനറുടെ എക്സ്പെൻസ് വരിക 1000. കാരണം ഈ ഗുഡ്സ് കൺസൈനിയുടെ അടുത്ത് എത്തുന്നതിൻ്റെ മുൻപേ നഷ്ടപ്പെട്ടതാണ്. കൺസൈനിയുടെ എക്സ്പെൻസ് ഇതിനകത്ത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കൺസൈനർ സെൻഡ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ലോസ് സംഭവിച്ചു. ഇപ്പോൾ കൺസൈനറുടെ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ. 51,000, അതിൻ്റെ 10% ആണ് അബ്നോർമൽ ലോസിൽ പോയത്. അപ്പോൾ 5,100. ഇനി സ്റ്റോക്ക് വാല്യൂഷൻ ആണ്. അപ്പം നമ്മുടെ 10 യൂണിറ്റ്സ് നഷ്ടപ്പെട്ടു. ഇനി ബാക്കി 90 യൂണിറ്റ്സ് ആണുള്ളത്. 90 യൂണിറ്റ്സ് ഉള്ളതിൽ പിന്നെ 80 യൂണിറ്റ്സ് ആണ് വിറ്റത്. ബാക്കിയുള്ളത് 10 യൂണിറ്റ്സ് ആണ്. 10 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഗുഡ്സിൻ്റെ വാല്യൂ 100 × 500 50,000. നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ 1000. കൺസൈനിയുടെ എക്സ്പെൻസിന് നോൺ റെക്കറിംഗ് ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് വരും. കാരണം ഗുഡ്സ് അവസാനം വരെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൺസൈനിയുടെ എക്സ്പെൻസ് വരും. ഇവിടെ വരാത്തത് കൺസൈനിയുടെ അടുത്ത് വരുന്നതിന് മുമ്പേ ഗുഡ്സ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വരാത്തത്. കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഗോഡൗൺ റെന്റ് വരില്ല, സെല്ലിംഗ് എക്സ്പെൻസ് വരില്ല. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, റെക്കറിംഗ് ആണ്. ക്ലിയറിംഗ് ചാർജസ് ആണ് നോൺ റെക്കറിംഗ്, അതാണ് ഇവിടെ ആഡ് ചെയ്യുക. 2000 ക്ലിയറിംഗ് ചാർജസ് ആഡ് ചെയ്തു. 53,000 ആണ് നമ്മുടെ 100 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 10 യൂണിറ്റ്സിൻ്റെ വാല്യൂ കുറയ്ക്കണം, അബ്നോർമൽ ലോസ് കുറയ്ക്കണം. അത് നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇവിടെ വാല്യൂ ഓഫ് ഗുഡ്സ് ലോസ്റ്റ് അബ്നോർമൽ ലോസ് കുറയ്ക്കുകയാണ് 5,100. അപ്പം നമുക്ക് കിട്ടുക 47,900. ഇത് എത്ര യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 90 പാക്കറ്റ്സിൻ്റെ വാല്യൂ ആണ്. കാരണം 10 പാക്കറ്റ്സ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 90 പാക്കറ്റ്സിൻ്റെ വാല്യൂ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം 90ൽ 80 ആണ് സെല് ചെയ്തത്, ബാക്കി 10 യൂണിറ്റ്സ് ആണുള്ളത്. 10 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 47,900 × 10/90. ഇത് 90യുടെ വാല്യൂ എന്ന് പറഞ്ഞു. 10/90 ഈസ് ഈക്വൽ ടു 5,322. ഇങ്ങനെയാണ് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് ഉള്ള സമയത്ത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കും. ഇനി അടുത്തത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്യാം. ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. ഇനി കൺസൈനിയുടെ അടുത്ത് ഗുഡ്സ് വന്നതിന് ശേഷമാണ് നമ്മൾ അബ്നോർമൽ ലോസ് സംഭവിച്ചെങ്കിൽ കൺസൈനിയുടെ നോൺ റിക്കറിംഗ് എക്സ്പെൻസ് കൂടെ വരും.
അപ് ടു ദ പോയിന്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ലോസ് സംഭവിക്കുന്നത് വരെയുള്ള കൺസൈനഡ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യുള്ളൂ. അല്ല അതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയാൽ കൺസൈനഡ് എക്സ്പെൻസ് വരില്ല. അപ്പോൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് നമുക്ക് കണ്ടുപിടിക്കും. ദെൻ അടുത്തത് അബ്നോർമൽ ലോസും നോർമൽ ലോസും. നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേപോലെ ഒക്കർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇതിനകത്ത് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ആദ്യം എഴുതുക. ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈനറുടെയും നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ലെസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് അതിൻ്റെ യൂണിറ്റ് ഇവിടെ കുറയും, അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ വാല്യൂ കുറയും. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ വാല്യൂ കുറയ്ക്കും. അടുത്ത ലെസ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നോർമൽ ലോസിൻ്റെ യൂണിറ്റ് ഇവിടെ ലെസ് ചെയ്യപ്പെടും, പക്ഷേ വാല്യൂ അതിന് പ്രത്യേകിച്ചില്ല. നോർമൽ ലോസിന് വാല്യൂ ഇല്ല, അപ്പോൾ വാല്യൂ ലെസ് ചെയ്യാനില്ല, പക്ഷേ യൂണിറ്റിൽ നിന്ന് കുറയും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആഫ്റ്റർ അബ്നോർമൽ ലോസ് ആൻഡ് നോർമൽ ലോസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആഫ്റ്റർ അബ്നോർമൽ ലോസ് ആൻഡ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് സെൻറ്റ് മൈനസ് അബ്നോർമൽ ലോസ് യൂണിറ്റ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് അബ്നോർമൽ ലോസ് നോർമൽ ലോസ് ലെസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശരിക്കും അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റാണ് ലെസ് ചെയ്യുന്നുള്ളൂ. നോർമൽ ലോസിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഇല്ല. പക്ഷേ ടോട്ടൽ യൂണിറ്റ് സെൻഡ് ചെയ്ത് ലെസ് ചെയ്യുമ്പം അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റും ലെസ് ചെയ്യണം, നോർമൽ ലോസിൻ്റെ യൂണിറ്റും ലെസ് ചെയ്യണം. അത് യൂണിറ്റ് ലെസ് ചെയ്തതിന് ശേഷമുള്ള യൂണിറ്റാണ് ഇവിടെ വരിക. ഇൻറ്റു സ്റ്റോക്ക് യൂണിറ്റ്. സ്റ്റോക്ക് യൂണിറ്റ് എത്രയാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടിയാണ് ഉള്ളത്. അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ 11. അപ്പോൾ ഇതിനകത്ത് നോർമൽ ലോസ് അബ്നോർമൽ ലോസും സ്റ്റോക്ക് വാല്യൂഷനും കൂടിയുള്ള പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓൾസോ പ്രിപ്പയർ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. 10,000 kg of oil was consigned at ₹32 per kg, freight ₹8,000, packing 10,000, insurance 2,000 were paid by consignor. Consignee's expense were advertisement ₹2,800, godown rent ₹800, 1,500 kg of oil was lost in transit and the insurance company paid ₹40,000 as compensation. 6,000 of kg of oil was sold at ₹38 per kg. Stock with consignee was 2,000 kg, there being a normal loss of 500 kg. ഇതാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് 10,000 kg of oil was consigned at ₹32 per kg ആണ്. അപ്പോൾ ഗുഡ്സ് 10,000 ആണ്, അതിന് ഇൻറ്റു 32 കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 3,20,000 ആണ്. ദെൻ അടുത്തത് കൺസൈനറുടെ എക്സ്പെൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഫ്രൈറ്റ്, പാക്കിംഗ്, ഇൻഷുറൻസ്, ഇതാണ് കൺസൈനറുടെ എക്സ്പെൻസ്. 8,000 പ്ലസ് 10,000 പ്ലസ് 2,000 20,000 കൺസൈനറുടെ എക്സ്പെൻസ് ആണ്. ദെൻ കൺസൈനിയുടെ എക്സ്പെൻസും ഉണ്ട് അതിനകത്ത്. പക്ഷേ നമ്മുടെ 10,000 കോസ്റ്റ് 3,40,000 ആണ്. കാരണം ഇവിടെ കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റും ഗോഡൗൺ റെൻറ്റുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് റെക്കറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കൺസൈനിയുടെ എക്സ്പെൻസ് അഡ്വർടൈസ്മെൻറ്റും ഗോഡൗൺ റെൻറ്റും റെക്കറിങ് ആണ്, അതുകൊണ്ട് അത് ഇതിൽ വരില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടി 3,40,000. ഇനി നമുക്ക് അതിൻ്റെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു 3,40,000 ഇൻറ്റു എത്ര യൂണിറ്റ് ലോസ് ഇൻ ട്രാൻസിറ്റ് 1,500 ആണ്. അപ്പോൾ 1,500 ഡിവൈഡ് ബൈ 10,000, അപ്പോൾ 51,000 ആണ് വരും. അപ്പോൾ 51,000 ആണ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ. ഇനി ഇതിനകത്ത് നോർമൽ ലോസ് നമുക്ക് ക്വസ്റ്റിന് ലാസ്റ്റ് തന്നിട്ടുണ്ട്. 500 kg ആണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. 1,500ൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 51,000 ആണ്. ദെൻ 500 നോർമൽ ലോസ് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല.
യൂണിറ്റ് 500 ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഗുഡ്സ് സെയിൽ ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. 6,000 kg ഓഫ് ഓയിൽ വാസ് സോൾഡ് അറ്റ് ₹38 per kg എന്ന് പറഞ്ഞിട്ടുണ്ട്. 6,000 യൂണിറ്റ് ആണ് സെൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 10,000 നിന്ന് 6,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 4,000 കിട്ടും. അതിൽ നിന്ന് 1,500 അബ്നോർമൽ ലോസ് ലെസ് ചെയ്യണം. പിന്നെ നമുക്ക് 500 നോർമൽ ലോസും ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2,000 ആയിരിക്കും നമ്മുടെ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കാം വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 into 32, so that is 3,20,000. ആൻഡ് നോൺ റിക്കറിങ് എക്സ്പെൻസ്, കൺസൈനറുടെ മാത്രമേ എക്സ്പെൻസേ വരുള്ളൂ, നോൺ റിക്കറിങ് കൺസൈനർക്കേ ഉള്ളൂ. 20,000 ആഡ് ചെയ്തു. സോ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് 3,40,000. ഇനി അബ്നോർമൽ ലോസ് നമ്മൾ ലെസ് ചെയ്യാണ്. നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 51,000 ലെസ് ചെയ്യുന്നു. സോ 2,89,000. അപ്പോൾ ഈ 2,89,000 എന്ന് പറയുന്നത് 8,500ന്റെ വാല്യൂ ആണ്. 8,500 kgന്റെ വാല്യൂ ആണ്. കാരണം 1,500 10,000 ലെസ് ചെയ്യും. അടുത്ത ലെസ് നോർമൽ ലോസ് ആണ്. 500 യൂണിറ്റ്സ് ആണ് ലെസ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. പക്ഷെ യൂണിറ്റിൽ ലെസ് ചെയ്യണം. 8,500 നിന്ന് 500 ലെസ് ചെയ്യുമ്പോൾ യൂണിറ്റ്സ് വിൽ ബി 8,000 kg. അപ്പോൾ 8,000ന്റെ വില എന്ന് പറയുന്നത് 2,89,000 ആണ്. ഇനി നമുക്കറിയാം 6,000 ആണ് സെയിൽ ചെയ്തത്. അപ്പോൾ 8,000 മൈനസ് 6,000 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ്സ് 2,000 ആയിരിക്കും. അപ്പോൾ 2,89,000ന്റെ അതിൽ 2,000ന്റെ വാല്യൂ എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ 2,89,000 ഇൻറ്റു 2,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് ആഫ്റ്റർ ടോട്ടൽ യൂണിറ്റ്സ് ആഫ്റ്റർ അബ്നോർമൽ ലോസ് ആൻഡ് നോർമൽ ലോസ് യൂണിറ്റ്. അപ്പോൾ 10,000 minus 1,500 minus 500, that is 8,000 is equal to 72,250. ഇങ്ങനെയാണ് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് ഉള്ളപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യും. അപ്പോൾ ഇതും ഉള്ളതും ഇൻവോയ്സ് പ്രൈസിൽ ചോദിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇൻവോയ്സ് പ്രൈസിലെ ലോഡ് കണക്കാക്കി അത് കൗണ്ട് ചെയ്യണം. എന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഓക്കെ.